നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എക്സ്ട്രാ സ്പെഷ്യലാക്കാൻ നമ്മൾ അപ്പുക്കുട്ടൻ്റെ നാട്ടിലുണ്ട്. ഞാൻ എന്തിനാ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ എടുത്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഓവർ എക്സൈറ്റഡ് ആയി ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ. സോ ഡോണ്ട് മൈൻഡ് ദാറ്റ്. അപ്പം ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ടൗണിൽ പോവാണ് കേട്ടോ. ഞാനും അപ്പും കൂടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കണി വെക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, പിന്നെ മറ്റേ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നാളെ ഫുഡ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ വിഷു പ്രമാണിച്ച് മേരി മമ്മി ഡാഡി വരുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ എത്തും, ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം അല്ലേ? സോ കം വിത്ത് മീ. ഞാൻ റെഡിയായി താഴെ എത്തിയപ്പോഴത്തേനും അമ്മ ഇവിടെ ഉണ്ണിയപ്പം ചുടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ണിയപ്പം ചുടുമായിരിക്കും തലേ ദിവസം എന്നാണ് തോന്നണേ. പേരിൽ മാത്രം ചെറിയ മാറ്റം ഉണ്ടാവും. മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ണിയപ്പം എന്നാ പറയുക, ഇവിടെ ഇതിന് കാര്യപ്പം എന്നാ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ നേരെ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പുക്കുട്ടൻ നല്ല ഭംഗിയുള്ള ആപ്പിൾ ഓറഞ്ചൊക്കെ തപ്പി കണ്ടുപിടിക്കുകയാണ്. കാരണം 2 3 ഒക്കെ മതി, നമുക്ക് കണി വെക്കാൻ 1 2 മതി. അപ്പം നമ്മൾ പച്ചക്കറി ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കിട്ടി. ഇത് അപ്പുക്കുട്ടൻ ഡ്രൈവിങ്ങിലാണ്, അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോ എന്താ പറയുക, ഇനി നമുക്ക് മാർക്കറ്റിൽ പോകണം ചിക്കനൊക്കെ മേടിക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് ഇവിടുത്തെ വിഷു സെലിബ്രേഷൻ വേറെ തന്നെ പോലെയാണ്. ഇപ്രാവശ്യം നമ്മളെ നാട്ടിൽ ഈ ദിവസം വിഷുവിൻ്റെ തലേ ദിവസം ഈ ഉണ്ണിയപ്പവും ചിക്കൻ കറിയാണ് നമ്മൾ രാത്രി കഴിക്കും ഡിന്നറായിട്ട്. ലൈക്ക് നമ്മളെ ഒരു കോമ്പിനേഷൻ അതാണ്. ഇവിടെ ഉള്ളവരത് കേട്ടിട്ടും കൂടിയില്ല അത്ര. അപ്പോൾ ഇന്ന് ഇവരെ കൊണ്ടൊക്കെ ഞാനത് തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്രഷൻ, ടേസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അറിയോ? റെഡി ആപ്പോ കൂട്ടാ? ഇഷ്ടമല്ലാന്നൊന്നുമില്ല, കഴിക്കണം. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ടേ അല്ലേ? അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ട്. വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, വേണ്ട. മോൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വാ, കോഴി വാങ്ങിച്ചിട്ട് വാ, അപ്പൊ അച്ഛനും അമ്മയൊക്കെ വീട്ടിലെത്തിയിട്ടോ. ജസ്റ്റ് അവരെത്തിയ പാടെ നമ്മള് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ അവരെ കാണണം. ഓക്കെ, അപ്പൊ നമ്മളിനി എന്ത് കാണിച്ചു തരാന്നാ നിങ്ങൾക്ക്? എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും ഈ മുതലിനെയാണ് ആദ്യം കണ്ടത്. ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴത്തേനും അവരെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ പടക്കങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് കുറച്ച്, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലോഡ് പോയി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടക്കാം കേട്ടോ. ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയായിരുന്നു, അപ്പുക്കുട്ടൻ അത് മാറ്റിയില്ല. പോയിട്ട് പടക്കമൊക്കെ മേടിച്ചിട്ട് വന്നു. ഇന്നലെ ഒരു ലോഡ് മേടിച്ചു. എത്ര പൈസക്ക് മേടിച്ചു പടക്കം? 5000 രൂപയ്ക്ക് പടക്കം പൊട്ടിച്ച് കളയാനുള്ള സാധനം. ഞാൻ പറഞ്ഞ കമ്പിത്തിരി. ഇവര് മറ്റേ വലിയ ഗുണ്ടും മാലപ്പടക്കൊക്കെ വാങ്ങിട്ട് വന്നു. എന്തിനൊന്നും എനിക്കതൊക്കെ പൊട്ടിക്കാൻ പേടിയാ. നമ്മള് പൊട്ടിക്കുന്നത് കാണിച്ചു തരാം. ഇതാ ഒരു ഗസ്റ്റ് ഉണ്ടാ, വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങ് മലപ്പുറത്ത് നിന്ന് വന്നതാ. എന്നെ അച്ഛൻ പിടിക്കുന്നതിനാണ് ചോട്ടു കൂട്ടുന്ന ഒച്ചയാക്കുന്നത്. ചോട്ടു പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് പേടിച്ചിരിക്കാണ്. ഇങ്ങോട്ട് വാ. ഓ ഇതാ ഇവിടെയാ ക്ലിയർ. ഹായ്, ഷേ ഹായ്. ഹായ്. ഓക്കെ, ഇനി നമ്മള് വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് നാളെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒക്കത്തച്ചുകൊണ്ടോടാ. അങ്ങനെ നോക്കി നമ്മളെ കാണൂല. ഇങ്ങോട്ട് തിരി. ഹലോ. അപ്പൊ നമ്മളെ വിഷുവിന്റെ തലേ ദിവസം സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് പറയുക, ചിക്കൻ കറിയും പാലപ്പവും പ്ലസ് നമ്മുടെ ഉണ്ണിയപ്പവും. ഉണ്ണിയപ്പത്തിന് ഇവിടെ കാര്യപ്പം എന്ന് പറയും, ഞങ്ങളിനകത്ത് ഉണ്ണിയപ്പം എന്ന് പറയും. പിന്നെ അപ്പൊ നമുക്ക് ചിക്കൻ കറിക്കുള്ള ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും ഠോ 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 അത് കേൾക്കുന്നില്ലേ? അപ്പുക്കുട്ടൻ അവിടെ പടക്കം പൊടിക്കുന്നുണ്ട്. അപ്പൊ ഞാനതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ പരിപാടിയെ തീർന്നാൽ നമുക്ക് പിന്നെ പടക്കമോട് പടക്കം. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. എനിക്ക് വലിയ പടക്കമൊക്കെ പൊട്ടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഈ കമ്പിത്തിരിയൊക്കെ വെച്ച് പട്ടി ഷോ കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പടക്കം പൊട്ടിക്കൽ മത്സരമാണ്. അപ്പുക്കുട്ടൻ വക ഒന്ന് ചീറ്റിപ്പോയി. ഓക്കെ, അടുത്തത് ഇനി അച്ഛൻ. ഒന്ന് പൊട്ടിക്കൂ. അടുത്തത് 2 പൊടിക്കൂ. അമ്മേന്റെ ചെടിയൊക്കെ ഇപ്പൊ 2 കൂടി ഓട്ടയാക്കും. നാളെ ആകുമ്പോ ഇലക്കൊക്കെ ഓട്ടയായിരിക്കും. ചീറ്റിപ്പോയി അമ്മച്ചി. ഓക്കെ, ഇവിടെ അമ്മായിച്ചനും മരുമോനും തമ്മിൽ പടക്കം പൊട്ടിക്കൽ മത്സരം. നമ്മള് പടക്കങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ഇത് പൊട്ടിച്ചോ?
കുറച്ചൊക്കെ പൊട്ടിച്ചു. ഇതാ ഇവിടെ ഒരു ലോഡ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഘട്ടം ഘട്ടമായി പൊട്ടിക്കണം. ഓക്കെ, അപ്പം ഞാൻ പോയി വരാം കുട്ടികളെ. ശരി, ബൈ. എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ വിഷു നമ്മൾ അടിച്ച് പൊളിച്ചു. വിഷുവിൻ്റെ അന്നത്തേനൊക്കെ അടിപൊളി തലേ ദിവസമായിരുന്നു. ഒരു ലോഡ് പടക്കമുള്ളത് കൊണ്ട് തന്നെ പൊട്ടിച്ച് നമുക്ക് പൊട്ടിക്കണ പൂതി അങ്ങ് മാറി. അവസാനം എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാലോ എന്നാണ് അപ്പുക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നത്. കറി ഓലപ്പടക്കം പോലത്തെ ഈ കുട്ടി പടക്കങ്ങളൊക്കെ എറിഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. 2-3 പാക്കറ്റ് മേടിച്ചു. എനിക്ക് ഈ മാരക സൗണ്ടുള്ള പടക്കത്തിനേക്കാൾ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള ഐറ്റംസിനോടാണ് താല്പര്യം. അപ്പം ഞങ്ങളൊക്കെ പറയായിരുന്നു, നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ ഗുണ്ടുകളൊക്കെ മേടിച്ചത്? ഇങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ കാണാനെങ്കിലും രസം ഉണ്ടായിരുന്നു. കൂട്ടത്തിലെ കൊമ്പൻ എവിടെയും ചോദിക്കുന്ന പോലെ എനിക്ക് ഇത്രയും പടക്കത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇത്രയും വലിയ കമ്പിത്തിരി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായി തോന്നുന്നുണ്ട്, പക്ഷേ ജമണ്ട സൈസായിരുന്നു. കുറച്ച് വിട്ട് നിന്ന് കത്തിക്കേണ്ട പടക്കങ്ങളൊക്കെ നമ്മൾ ഇത് വെച്ചാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അയ്യോ മാലപ്പടക്കും ഓലപ്പടക്കും കമ്പിത്തിരിയും മത്താപ്പൂ പൂക്കുറ്റി എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്തിന് മോളിൽ പോയി പൊട്ടുന്ന നമ്മുടെ ചൈനീസ് പടക്കം വരെ ഒരു ലോഡ് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. കത്തിച്ചിട്ടും പൊട്ടിച്ചിട്ടും ഒരു വകയ്ക്കും തീരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടികളെല്ലാവരും കൂടെ പൊട്ടിച്ച് തീർന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് സൈഡായപ്പോണ്ട് അച്ഛന്മാർ രണ്ടാളും കളത്തിലേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് രണ്ടാളും വല്ല കോമ്പറ്റീഷൻ പോലെയാണ് പടക്കം പൊട്ടിച്ചുകൊണ്ട്. എന്താണെങ്കിലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടി ഇരുന്നു. എനിക്ക് വിഷുക്കണി ഒരുക്കാൻ ഒരുപാട് സമയം വേണം. എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് എനിക്കൊരു സ്റ്റൈൽ അങ്ങ് ശരിയാവില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞാനത് സെറ്റപ്പ്. നമ്മളെ നാട്ടിലേക്കാട്ടിലും ഒരുപാട് വ്യത്യാസമുണ്ട് അവിടുത്തെ കണി വയ്ക്കുന്നതിൽ. സാധനങ്ങളാണെങ്കിലും അതേ ചടങ്ങുകളാണെങ്കിലും അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ നിന്ന് നോക്കുകയാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവർ ഇതിങ്ങനെയാണോ വെക്കുക, ഇങ്ങനെയാണോ വെക്കുക, ഇത് വെക്കുമോ അത് വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. കുറച്ചധികം സമയം എടുത്തെങ്കിലും ഒരു വകയ്ക്ക് ഞാൻ നല്ല ഭംഗിയിൽ തന്നെ കണി സെറ്റാക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവരൊക്കെ എന്നെ ചുറ്റിലും നിന്ന് ട്രോളുമായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് നമ്മളെ വിഷു ദിവസം. വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ പുലർച്ചയ്ക്ക് തന്നെ എല്ലാവരും വിളിച്ചു. അങ്ങനെ നമ്മൾ കണി കാണാൻ എണീറ്റു. കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇതായിരുന്നു എൻ്റെ കണി സെറ്റപ്പ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും വീട്ടിലും കണിയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ കണിയൊക്കെ കണ്ടിട്ട് ആരും അങ്ങനെ ഉറങ്ങുമൊന്നും ചെയ്തില്ല. വേഗം തന്നെ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പപ്പേൻ്റെ നാട്ടിൽ തെയ്യമുണ്ട്. അപ്പോൾ ആ തെയ്യം അച്ഛനും അമ്മയൊന്നും ഇതുവരെ തെയ്യം കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ. എനിക്കും ഫസ്റ്റ് തെയ്യം കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2-3 കണ്ടിട്ട് എനിക്കൊരു സെറ്റപ്പൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ തെയ്യത്തിന് ഒരുങ്ങാതെ കാണുന്നത്. എങ്ങനെയാണ് ഇവർ ഒരുക്കുന്നത് എന്ന് കാണുന്നത് കേട്ടോ. എല്ലാവരും ഭയങ്കര ഭക്തിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അതിശയത്തിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അയ്യോ, ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടാവില്ലേ, ആളെങ്ങനെയാണ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിൽക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഫുൾ ഒരുങ്ങി തീരുന്ന വരെ ഞാൻ അവിടെ നിപ്പിൽ കണ്ടു അത്. കാരണം എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് കാണാനും ഭയങ്കര രസമായിരുന്നു. നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു തെയ്യം കൂടെ ഒരുങ്ങിയിട്ട് വന്നു കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എല്ലാവരും കൂടെ വീടും പൂട്ടി ഇറങ്ങിയോണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേര് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു. കാരണം എത്ര സമയം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് കിട്ടിയതോ ആകെ ഒരു ഇച്ചിരി. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് ഒരു സുഖമില്ല. എന്താണെങ്കിലും നമ്മൾ അവിടുന്ന് കഴിച്ചെണീറ്റു. പിന്നെ ഉച്ചയായി. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയാണ്, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയിൽ അന്ന് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കുക്കിങ്ങിൻ്റെ ഒന്നും. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു. മറ്റേ സെൽഫ് സർവീസ് എന്ന് പറയുന്ന പോലെയാണ്. എല്ലാവർക്കും പോകേണ്ടതുകൊണ്ട് അവനവൻ വിളമ്പി എടുത്ത് കഴിക്കുമായിരുന്നു. നല്ല സൂപ്പർ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഞാനും അപ്പവും അമ്മയും അച്ഛനും എൻ്റെ അനിയനും കൂടെ തിരിച്ചു പോരാണ് മലപ്പുറത്തേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വന്ദേ ഭാരത് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഡ്രൈവർ എവിടെയായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് എൻ്റെ അച്ഛൻ പോയിട്ട്. എങ്ങനെയോ കുത്തിത്തിരക്കി നമ്മൾ ഷൊർണൂർ വരെ എത്തി. അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ കാർ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇനി വീട്ടിലേക്ക് പോകണം. ഇത്രയും ദൂരം ചൂടത്ത് ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ കാറിൽ വന്നത്. പക്ഷേ ട്രെയിനിൽ വന്നപ്പോൾ അതിനേക്കാൾ പരിതാപകരമായിരുന്നു. വിശന്ന് വലിഞ്ഞ് നമ്മൾ ഫേവറേറ്റ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ അതിനേക്കാൾ വലിയ തിരക്കായിരുന്നു. ടോക്കണൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അകത്ത് കയറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയോ നമ്മൾ വലിഞ്ഞു കയറി ഭക്ഷണം കഴിച്ചു. വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷു ദിവസം അങ്ങനെയൊക്കെയാണ് അവസാനിച്ചത്. അപ്പോൾ നിങ്ങളെ വിഷുവൊക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം തന്നെ നിങ്ങളെ മുന്നിലേക്ക് വരാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.